അപ്പോൾ നമുക്കിന്ന് സ്പെഷ്യലായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക കേട്ടോ. നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കണതാണെന്ന് അറിയില്ല, ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ചോളംപൊടി അങ്ങനെയാണ് പറയണത്. അതൊരു മഞ്ഞ കളറിലിരിക്കണേ ചോളം പൊടിച്ചതാണെന്നാണ് പറയണത്. അപ്പോൾ പണ്ട് കാലത്തൊക്കെയുള്ള ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്കൂളിൽ കിട്ടിയിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിരുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് ഞാൻ കഴിച്ചിട്ടില്ല, ഞാനിങ്ങനെയാണ് കഴിക്കണത്. അപ്പോൾ വീട്ടിലമ്മ ഒരു പ്രാവശ്യം ഉണ്ടാക്കി തന്നു ഒരു ഓർമ്മയുണ്ട് ചെറുപ്പത്തിൽ. ഇതിപ്പോൾ വെറുതെ വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ട് ഒരു ഫ്രൈ പാനിലേക്ക് വെക്കുക. അതിൽ നമ്മൾ സാധാരണ ഉപ്പുമാവിന് ചെയ്യണ പോലെ ഇഞ്ചി, പച്ചമുളക്, സവാള അരിഞ്ഞിടുക, കടുക് പൊട്ടിച്ചതിന് ശേഷം ഇത് അതിൻ്റെ ഉള്ളിട്ട് വഴറ്റാണ് ചെയ്യണേട്ടാ. എനിക്ക് സെയിം കയ്യിലുള്ള കാരണം എല്ലാം അങ്ങോട്ട് ക്ലിയറായിട്ട് എടുക്കാൻ പറ്റണില്ല. കാരണം ഒരു കയ്യിൽ അവനെ പിടിച്ചിട്ട് ഈ കൈ കൊണ്ടൊക്കെ ഇടുമ്പോൾ നമ്മളിങ്ങനെ വിചാരിച്ച പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണില്ല. അങ്ങനെ അത് ഇട്ടതിന് ശേഷം അത് പൊട്ടിത്തെറുക്കി വെച്ച് കഴിയില്ലേ, നമ്മുടെ മേലേക്ക് ആവാണ്ടിരിക്കണം. അപ്പോൾ ഞാൻ നീങ്ങി നിന്നു. അത് ചെയ്യണ നേരത്ത് ഒരു കെറ്റിൽ വെള്ളം തിളപ്പിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിന്നത് തിളപ്പിച്ചിട്ടില്ല, ഞാനത് മറന്നുപോയി. എന്നിട്ട് ഞാൻ ഇതിൽ തന്നെയാണ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വറ്റൽമുളക് ഇടാം, ഉഴുന്ന് പരിപ്പിടാം, പിന്നെ കറിവേപ്പില ഇടാം, ഈ സാധനങ്ങളൊക്കെ ഇടാം. അത് നമ്മൾ സാധാരണ ഉപ്പുമാവിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴിച്ചപ്പോൾ. ഒരു വെറൈറ്റീസ് ഭാഗം നമ്മുടെ നാവിൽ കിട്ടും. എന്നും റവയുടെ ഉപ്പുമാവല്ലാണ്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റണം പോലെ കേട്ടോ. അപ്പോൾ അവൻ പിടിച്ചു വലിക്കുകയാണ് പ്ലേറ്റ്. അവൻ എന്ത് സാധനം കണ്ടാലും പിടിച്ചു വലിക്കും. പേടിയാണ് ഇപ്പോൾ കിച്ചണിൽ ശരിക്കും നിൽക്കാനായിട്ട്, കാരണം അവൻ്റെ മേലൊന്നും ആവരുതല്ലോ. അപ്പോൾ അത് കാരണം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയും സാധനങ്ങളിട്ട് വഴറ്റി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മളതിലേക്ക് പൊടിയിട്ട് ഇളക്കുകയാണ് ചെയ്യണേ. പക്ഷേ ചിലവർ എൻ്റെ അടുത്ത് പറയണത് അത് ആവിക്ക് വെച്ചിട്ട് ഓൾറെഡി നനയ്ക്കുക അത്ര ആ പൊടിയാണ്, എന്നിട്ട് ഒന്ന് വേവിച്ചതിന് ശേഷം നമ്മളിതിലോട്ട് ഇട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണെന്നാണ് പറയണത്. പക്ഷേ ഞാൻ അങ്ങനെയല്ല ചെയ്തത്, ഞാൻ നോർമൽ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ ചെയ്തത്. പക്ഷേ എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല, കറക്റ്റായിട്ട് അതുപോലെ തന്നെ ഉതിർന്ന് വരികയാണ് ചെയ്തത് കേട്ടോ. നമ്മൾ സാധാരണ റവ ഉപ്പുമാവിന് ഉതിർത്തി എടുക്കില്ല, അതുപോലെ തന്നെ ഉതിർത്തി എടുക്കുകയാണെന്ന് മാത്രമേ ഉണ്ടായുള്ളൂ. ഇനി അതിന് വേറെ മെത്തേഡ് ഉണ്ടെങ്കിൽ എല്ലാവരും പറഞ്ഞാൽ മതി, എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് പറഞ്ഞല്ലോ, ആദ്യമായിട്ടാണ് തന്നെ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ചിലപ്പോൾ വല്ല പോരായ്മകളുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണണ്ടാമെന്ന് വിചാരിക്കണം. എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പറയണം. ഈ ചെറിയ വീട്ടിൽ നിന്ന് നമ്മൾ പാചകം ചെയ്യണ പോലെയല്ല യൂട്യൂബിൽ ചെയ്യേണ്ടതെന്ന് അറിയാം, പക്ഷേ എനിക്കുള്ള പരിമിതികൾ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്യണത്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം നമ്മൾ ഒരു 9 പേര്, എൻ്റെ ഫാമിലി മെമ്പേഴ്സ് മാത്രമുള്ള 9 പേര് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു യൂട്യൂബാണ് കേട്ടോ. അത് ഇപ്പോൾ ഇങ്ങനെ ഒരു 2000 പേരിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലുള്ള ഒരു സപ്പോർട്ട് കൊണ്ടാണ് അതങ്ങനെ നിന്നത്. ഒരുപാട് പേര് അറിയാത്തവർ കമൻറ്റ് ചെയ്യണം, ഒരുപാട് പേര് വാട്സാപ്പിൽ മെസ്സേജ് അയക്കണം, ഇൻസ്റ്റഗ്രാം വഴി ഫോളോ ചെയ്യണവരുണ്ട് കുറേ പേര്. അങ്ങനെ നമുക്കൊരു ഫാമിലിയിൽ നമ്മളെ അറിയുന്നവരൊക്കെ ആയി തുടങ്ങി. കുഞ്ഞിൻ്റെ വിശേഷം ചോദിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ വിശേഷങ്ങൾ അന്വേഷിക്കാനും ബിസിനസ്സിൻ്റെ കാര്യം അന്വേഷിക്കാനും ചെയ്യുന്നതിനെ പറ്റി അന്വേഷിക്കാനും എന്തൊക്കെയാണ് അങ്ങനെ നമ്മളെ പറ്റി അന്വേഷിക്കുന്ന നമ്മളുടെ അല്ലാത്ത കുറേ ഫ്രണ്ട്സും കുറേ റിലേറ്റീവ്സിനെ പോലെയുള്ള ആളുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരോടും ഇനിയും പറയുകയാണ്, ഇനിയും സപ്പോർട്ട് ചെയ്യണം. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം തന്നെ മുന്നിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇത് കണ്ടോ, ഇതുപോലെയാണ് കേട്ടോ പൊടിയിരിക്കണത്. കുടഞ്ഞിടുക. അപ്പോൾ കുടഞ്ഞിടുമ്പോൾ ഇതിങ്ങനെ വീഴും. അപ്പോൾ നമ്മളത് വെള്ളത്തിലേക്ക് ഒന്ന് ജസ്റ്റ് കലക്കി കൊടുത്താൽ മതി. കലക്കി കൊടുക്കുന്ന ആ വെള്ളം ഇങ്ങനെ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അത് മറന്ന പ്രശ്നമായിരിക്കും, നമുക്ക് എളുപ്പം ഉണ്ടാവില്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഫ്ലെയിം ഒന്ന് നല്ലോണം കുറച്ച് വെച്ചതിന് ശേഷം എനിക്ക് ആ കാര്യം മറന്നുപോയി, അതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. ഇതിങ്ങനെ ഒന്ന് ആക്കിയതിന് ശേഷം ഞാനൊന്ന് മൂടി വെച്ച് വേവിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എടുത്തിട്ട് നോക്കുമ്പോൾ കറക്റ്റ് പാകമായിരുന്നു. ആദ്യം നമ്മൾ എല്ലായിടത്തും വെള്ളം എത്തിക്കുക, ഇതിനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി മൂടി വയ്ക്കുക. അത് മാത്രമുള്ള നീരാവിയിൽ ഇരുന്നത് കറക്റ്റ് വേവാവും. നല്ല പിരിന്നങ്ങനെ വീണെടുക്കണ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത്. കട്ടൻ ചായ നിർബന്ധമാണ് കേട്ടോ, അല്ലെങ്കിൽ കഴിക്കാനൊരു ടേസ്റ്റ് ഇല്ല. എനിക്ക് തോന്നുന്ന കറികൾ കുഴപ്പമുണ്ടാവില്ല, പഴത്തിൻ്റെ കൂടെ എനിക്ക് അത്ര ടേസ്റ്റായിട്ട് തോന്നണില്ല. ഇനിയിപ്പോൾ എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല, എനിക്ക് ആ ടേസ്റ്റ് മനസ്സിൽ നോക്കുമ്പോൾ ഇഷ്ടമായില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, ഉറപ്പായിട്ടും ട്രൈ ചെയ്യണേ.